സേഫ്റ്റി ഡിവൈസസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സേഫ്റ്റി ഡിവൈസസിനെ കുറിച്ചാണ്. അതായത് നമ്മളിപ്പം ഒരു പെസ്റ്റിസൈഡ് ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ നമ്മൾ പെസ്റ്റിസൈഡ് അപ്ലൈ ചെയ്യാണ്. അപ്പോൾ നമ്മൾ എന്തൊക്കെ സേഫ്റ്റി മെഷേഴ്സാണ് എടുക്കേണ്ടത്, അതാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്. ഇനി നമുക്കറിയാം എന്താ പെസ്റ്റിസൈഡ് എങ്ങനെയൊക്കെയാണ് നമ്മുടെ ബോഡിയിലോട്ട് എൻ്റർ ചെയ്യുന്നുണ്ടാവുക. മെയിനായിട്ട് 4 വഴികളിലൂടെയാണ് നമ്മുടെ ബോഡിക്കകത്തോട്ട് പെസ്റ്റിസൈഡ് വരുന്നത്. അതിൽ ആദ്യം തന്നെ സ്കിന്ന് വഴി നമ്മുടെ ബോഡിയിലോട്ട് എൻ്റർ ചെയ്യാം, അല്ലെങ്കിൽ ഐ വഴി, മൗത്ത് വഴി, ലങ് വഴി. ഇതാണ് 4 മെയിൻ പെസ്റ്റിസൈഡ് നമ്മളെ ബോഡിയിലോട്ട് എൻ്റർ ചെയ്യാനുള്ള വഴികളെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്തൊക്കെ സേഫ്റ്റി മെഷേഴ്സാണ് യൂസ് ചെയ്യേണ്ടതെന്നാണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് ആലോചിച്ചാൽ തന്നെ അറിയാം, ഇതൊരു അത്ര ടഫായി പഠിക്കേണ്ട പോർഷനൊന്നും അല്ല. നമ്മൾ ജസ്റ്റ് വായിച്ചാൽ തന്നെ കിട്ടുന്നതാണ്. പിന്നെ നമ്മളെന്താ ഇതിൽ യൂസ് ചെയ്യുന്ന കുറച്ച് മെറ്റീരിയൽസിനെ കുറിച്ച് മാത്രം ഒന്ന് നോക്കി വെച്ചാൽ മതി. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് എന്താ ലോങ് റബ്ബർ ഗ്ലൗ വേണം. ലോങ് റബ്ബർ ഗ്ലൗസ്, ദെൻ ഗോഗിൾസ്, ദെൻ റെസ്പിറേറ്റർ, waterproof hat, long pants over boots, then റബ്ബർ ബൂട്ട്സ്. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ പെസ്റ്റിസൈഡ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കൂടെ വേണ്ടത്. അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മളിപ്പം എല്ലാ പെസ്റ്റിസൈഡ് അപ്ലൈ ചെയ്യുമ്പോഴും നമ്മൾ ഇത്രയും സേഫ്റ്റി മെഷേഴ്സ് ഒന്നും ഇട്ടിട്ട് ആരും അപ്ലൈ ചെയ്യണത് നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇതൊക്കെ സെലക്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ പെസ്റ്റിസൈഡിൻ്റെ ടോക്സിസിറ്റീനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മളിത് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മെയിനായിട്ട് 4 ടൈപ്പ് ആണ് നമ്മുടെ പെസ്റ്റിസൈഡിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ടോക്സിസിറ്റീനെ ബേസ് ചെയ്തിട്ട് നമ്മളിപ്പം ഒരു പെസ്റ്റിസൈഡ് വാങ്ങിക്കുകയാണെങ്കിൽ അതിൻ്റെ പുറത്ത് ലേബൽ ചെയ്തിട്ടുണ്ടായിരിക്കും. 1 of 4 words are required on the pesticide label to indicate the relative toxicity of the pesticide. അതായത് നമ്മളെ ലേബലിൽ എന്താണ് ഡേഞ്ചർ, പോയ്സൺ അല്ലെങ്കിൽ ഡേഞ്ചർ എന്ന് കാണിക്കുകയാണെങ്കിൽ ടോക്സിസിറ്റി കാറ്റഗറി 1 ആണ്. അപ്പോൾ എന്താ മീനിങ്? ഹൈലി ടോക്സിക് ആയിരിക്കും. അതായത് നമ്മളിപ്പം ഇതിൻ്റെ ക്യാനിൻ്റെ പുറത്ത് നമ്മൾ ഡേഞ്ചർ എന്ന് കാണിക്കുകയാണെങ്കിൽ ഹൈലി ടോക്സിക് ആയിട്ടുള്ള മെറ്റീരിയലാണ് അകത്തുള്ളത്. ദെൻ അടുത്ത തന്നെ ഡേഞ്ചർ എന്ന് പറഞ്ഞിട്ടുള്ളത് ഡേഞ്ചർ കാണിക്കുകയാണെങ്കിൽ വേറെ ഒരെണ്ണം കൂടി ഉണ്ട്. എന്താണ്? ഹൈലി കൊറോസീവ് ആയിരിക്കും ടു ഐസ് ആൻഡ് സ്കിന്നിനും ഐസിനൊക്കെ ഹൈലി കൊറോസീവ് ആയിട്ടുള്ളതായിരിക്കും ഡേഞ്ചർ എന്ന് കാണിക്കുന്നത്. ദെൻ വാർണിംഗ് എന്ന് കാണിക്കുന്നതാണെങ്കിൽ ടോക്സിസിറ്റി കാറ്റഗറി 2 വരുന്നതാണ്. അപ്പോൾ ഡേഞ്ചർ പോയിസൺ എന്നൊക്കെ കാണിക്കുകയാണെങ്കിൽ ടോക്സിസിറ്റി കാറ്റഗറി 1 ആണ്. ദെൻ 2 വരുന്നതാണ് വാർണിംഗ്. അതെന്ന് വെച്ചാൽ മോഡറേറ്റ്ലി ടോക്സിക് ആയിരിക്കും. ദെൻ കോഷൻ എന്ന് പറയുന്നത് ടോക്സിസിറ്റി കാറ്റഗറി 3 and 4 ആണ്. അതെന്ന് പറഞ്ഞാൽ ലീസ്റ്റ് ടോക്സിക് ആയിരിക്കും. അപ്പോൾ ലീസ്റ്റ് ടോക്സിക് ഉള്ള യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? വലിയ സേഫ്റ്റി മെഷേഴ്സ് ഒന്നും എടുക്കണ്ട. പക്ഷേ ഹൈലി ടോക്സിക് ആയിട്ടുള്ള മെറ്റീരിയൽ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ പറഞ്ഞ എല്ലാ സേഫ്റ്റി മെഷേഴ്സും ഫോളോ ചെയ്യണം. These are known as signal words and are assigned to the basis of highest measure toxicity. So you should always read the pesticide label to determine the personal protective equipment you are required to wear for the product. അതായത് നമ്മൾ ഏത് ടൈപ്പ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻ്റ് ആണ് യൂസ് ചെയ്യേണ്ടതെന്ന് നമ്മൾ ഈ ലേബൽ നോക്കി അതിൻ്റെ ടോക്സിസിറ്റീൻ്റെ ഇൻറ്റൻസിറ്റി മനസ്സിലാക്കിയിട്ടാണ് സെലക്ട് ചെയ്യുന്നത്. ദെൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഇതിൽ ഓരോ കോമ്പൗണ്ട്സിനെ കുറിച്ചിട്ടും നോക്കാം. കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞാൽ ഓരോ ടൈപ്പ് സേഫ്റ്റി മെഷേഴ്സായിട്ട് നമ്മൾ എന്തൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് വണ്ണാണ് ഗ്ലൗ എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? അതിനെക്കുറിച്ച് കാര്യമായിട്ടൊന്നും പറയാനില്ല, എന്നാലും ജസ്റ്റ് നമുക്ക് കുറച്ച് പോയിൻറ്റ്സ്, പിന്നെ അതെന്ത് വെച്ചിട്ടൊക്കെയാണ് അതിലെന്തൊക്കെ മെറ്റീരിയൽസ് ആണ് ഇൻക്ലൂഡ് ചെയ്തത് അതാണ് നോക്കുന്നത്. അപ്പോൾ ഗ്ലൗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ always wear unlined elbow length chemical resistant glove when handling all pesticide. Okay, then the elbow length protect your wrist and prevent pesticide from running down your sleeves into your gloves.
ഓക്കെ. ദെൻ സ്ലോ ഗ്ലൗ മെറ്റീരിയൽസ് ഇൻക്ലൂഡ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത് നാച്ചുറൽ റബ്ബർ ആവാം, നൈട്രിൽ ആവാം. അപ്പം ഈ നാച്ചുറൽ റബ്ബർ എന്ന് പറഞ്ഞാൽ ലാറ്റക്സ് ആണ് ഇതിൻ്റെ വേറൊരു പേര് വരുന്നത്. ഓൺലി എഫക്റ്റീവ് ഫോർ ഡ്രൈ ഫോമുലേഷൻ, അതായത് ഡ്രൈ ഫോമുലേഷനിലാണ് നമ്മൾ നാച്ചുറൽ റബ്ബറിനെ യൂസ് ചെയ്യുന്നത്. ഇത് റിലേറ്റീവ്ലി പെർമിയബിൾ ആണ്. ഓക്കെ, വേറെ എല്ലാത്തിനെയും കമ്പയർ ചെയ്യുന്ന സമയത്ത് പെർമിയബിൾ ആണ്. പെർമിയബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പെനിട്രേറ്റ് ചെയ്യാൻ, ഇപ്പം നമ്മൾ വാട്ടറിനൊക്കെ പെനിട്രേറ്റ് ചെയ്ത് പോകാൻ കഴിയും. ദെൻ നൈട്രിൽ എന്ന് പറഞ്ഞാൽ ഗുഡ് പ്രൊട്ടക്ഷൻ ഫോർ ബോത്ത് ഡ്രൈ ആൻഡ് ലിക്വിഡ് പെസ്റ്റിസൈഡ്സ്, മോഡറേറ്റ്ലി പെർമിയബിൾ ആണ്. ഇത് മോഡറേറ്റ്ലി പെർമിയബിൾ ആണ്, ഗുഡ് പ്രൊട്ടക്ഷൻ ഫോർ ബോത്ത് ഡ്രൈ ആൻഡ് ലിക്വിഡ് പെസ്റ്റിസൈഡ്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ബ്യൂട്ടൈൽ. ബ്യൂട്ടൈൽ എന്ന് പറഞ്ഞാൽ ഗുഡ് പ്രൊട്ടക്ഷൻ ഫോർ ബോത്ത് ഡ്രൈ ആൻഡ് ലിക്വിഡ് പെസ്റ്റിസൈഡ് ആണ്. ദെൻ നിയോപ്രിൻ നെക്സ്റ്റ് വരുന്നത്, ദാറ്റ് ഈസ് ഗുഡ് പ്രൊട്ടക്ഷൻ ഫോർ ബോത്ത് ഡ്രൈ ആൻഡ് ലിക്വിഡ് പെസ്റ്റിസൈഡ്, നോട്ട് റെക്കമെൻഡഡ് ഫോർ ഫ്യൂമിഗൻസ്. ഫ്യൂമിഗൻസ് ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫ്യൂമിഗൻസിന് നമ്മൾ എന്ത് ചെയ്യും? ഇത് റെക്കമെൻഡ് ചെയ്യുന്നില്ല, ഏത്? നിയോപ്രിനെ. ഓക്കെ. ദെൻ പോളി എത്തിലിൻ ഒരു മെറ്റീരിയലാണ്. ദെൻ പോളിവിനൈൽ ക്ലോറൈഡ് വെച്ചിട്ടും നമ്മൾ എന്താണ് ഗ്ലൗ ഉണ്ടാക്കാറുണ്ട്. ദെൻ നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? നമ്മൾ ഒരിക്കലും കോട്ടൺ ഗ്ലൗ അല്ലെങ്കിൽ ലെതർ ഗ്ലൗ ഒന്നും യൂസ് ചെയ്യരുത്. എന്താ? പെസ്റ്റിസൈഡ് അപ്ലൈ ചെയ്യുന്ന സമയത്ത്. ദീസ് ടൈപ്പ് ഓഫ് ഗ്ലൗസ് ക്യാൻ ബി മോർ ഹസാർഡസ് ദാൻ നോ പ്രൊട്ടക്ഷൻ at all because they absorb and hold pesticide closer to your skin for long period of time. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ബോഡി കവറിങ്. ബോഡി കവറിങ് എന്ന് പറയുന്നത് നമ്മൾ ബോഡി കവർ ചെയ്യുന്നത്. ദെൻ റെഗുലർ വർക്ക് അറ്റയർ ഓഫ് ലോങ് പാൻസ് ആൻഡ് ലോങ് സ്ലീവ്ഡ് ഷർട്ടാണ്. ഷൂസ് ആൻഡ് സോക്സ് ആർ ആക്സെപ്റ്റബിൾ ഫോർ സ്ലൈറ്റ്ലി ടോക്സിക് ആൻഡ് റിലേറ്റീവ്ലി നോൺ ടോക്സിക്. നോൺ ടോക്സിക്കിനും സ്ലൈറ്റ്ലി ടോക്സിക്കിനുമാണ് ഈ പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയാണ്? ലോങ് പാൻസ് ആൻഡ് ലോങ് സ്ലീവ്ഡ് ഷർട്ട്, ഷൂ ആൻഡ് സോക്സ് ആർ ആക്സെപ്റ്റബിൾ. ഓക്കെ, ഷൂവും സോക്സും. ഓക്കെ, അതാണ് എന്താണ് കാറ്റഗറി 3ക്കും 4നും സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. അപ്പോൾ എന്താണ്? മെനി ആപ്ലിക്കേറ്റേഴ്സ് പ്രിഫർ വർക്ക് യൂണിഫോംസ് ആൻഡ് കോട്ടൺ coveralls that fit the regular work attire description and provide equal protection. Then applicators should reserve one set of clothing for pesticide use only and launder and store separately from all other clothing. അതായത് നമ്മൾ പെസ്റ്റിസൈഡ് ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് നമ്മുടെ ആപ്ലിക്കേറ്റ്സ് എന്താണ്? ഒരു പ്രത്യേക ഡ്രസ്സ് മാറ്റി വയ്ക്കണം. അത് ലോണ്ടറി ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്യേണ്ടത്. അതാണ് ക്ലോത്തിങ്ങിൽ പറയുന്നത്. ഇനി ഇതിൻ്റെ കാറ്റഗറി 3യും 4ഉം ആണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ ഇനി നമ്മൾ എന്താണ്? മോഡറേറ്റ്ലി ടോക്സിക് ആയിട്ട് വരുന്ന കാറ്റഗറി 2, ദെൻ ഹൈലി ടോക്സിക് ആയിട്ടുള്ള കാറ്റഗറി 1. അതെന്ന് പറഞ്ഞാൽ വിയർ ക്ലീൻ ഡ്രൈ പ്രൊട്ടക്റ്റീവ് സ്യൂട്ട് ദാറ്റ് കവേഴ്സ് യുവർ എൻറ്റയർ ബോഡി ഫ്രം ദ റിസ്റ്റ് ടു ആങ്കിൾസ്. ആങ്കിൾസ് മുതൽ റിസ്റ്റ് വരെ ഉള്ള എല്ലാ പാർട്ടും കവർ ചെയ്യുന്ന ടൈപ്പ് ഡ്രസ്സാവണം നമ്മളപ്പോൾ ധരിക്കേണ്ടത്. The sleeves must be long enough to wear over gloves. Then openings such as pockets should be kept as minimum. Then protective suit may be disposable or reusable and are available woven, non-woven, coated and laminated fabrics. അപ്പോൾ ഇതൊന്നും ഡിസ്ക്രൈബ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് നമ്മുടെ ആപ്രോൺ എന്ന് പറയുന്നത്. ആപ്രോൺ ഒക്കെ നമുക്ക് എല്ലാവർക്കും പരിചിതമായിട്ടുള്ളതാണ്. ദെൻ വിയർ എ കെമിക്കൽ റെസിസ്റ്റൻറ്റ് ആപ്രോൺ വെൻ റിപ്പയറിംഗ് ഓർ ക്ലീനിങ് സ്പ്രേ എക്യുപ്മെൻറ്റ്സ് ആൻഡ് വെൻ മിക്സിംഗ് ഓർ ലോഡിങ്. ഈ ടൈമിലൊക്കെ നമ്മൾ എന്ത് വേണം? ആപ്രോൺ വെയർ ചെയ്യണം. Then this is a good practice for all pesticide and is essential for pesticide of category 1 and 2 toxicity. 1 and 2 toxicity വരുന്ന കാറ്റഗറിക്ക് എന്തായാലും നമ്മളിത് അപ്ലൈ ചെയ്യണം. Then aprons offer excellent protection against spills and splashes of liquid formulation but they are also useful when handling dry formulations such as vegetable powders. നമ്മൾ ഡ്രൈ ഫോമുലേഷനും അതുപോലെ തന്നെ ലിക്വിഡ് ഫോമുലേഷനും ഒക്കെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? aprons യൂസ് ചെയ്യാൻ പറ്റും. Then
നമുക്കറിയാം അപ്രോൺസ് എങ്ങനെയാണ് നമുക്ക് ഈസിലി പെട്ടെന്ന് ധരിക്കാൻ പറ്റും. മറ്റ് ക്ലോത്തിങ്ങിനെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ അപ്രോൺസ് നമുക്ക് പെട്ടെന്ന് വെയർ ചെയ്യാൻ പറ്റും. ദെൻ അവിടെ എന്താണ് നമ്മുടെ വാം ക്ലൈമറ്റിൽ പോലും കംഫർട്ടബിൾ ആയിട്ടുള്ള അപ്രോൺസ് നമുക്ക് അവൈലബിൾ ആണ് അല്ലേ. ദെൻ ചൂസ് ആൻ അപ്രോൺ ദാറ്റ് എക്സ്റ്റെൻഡ് ഫ്രം ദ നെക്ക് ടു അറ്റ്ലീസ്റ്റ് നീസ്. നെക്ക് മുതൽ നീസ് വരെ നമ്മൾ എന്താ ഒരു അപ്രോൺ ചൂസ് ചെയ്യണം. ദെൻ സം അപ്രോൺസ് ഹാവ് അറ്റാച്ച്ഡ് സ്ലീവ്സ് ഉണ്ടായിരിക്കും ചില അപ്രോൺസിന്. ദെൻ നൈട്രിൽ, ബ്യൂട്ടൈൽ ആൻഡ് നിയോപ്രീൻ ഓഫർ ദ ബെസ്റ്റ് പ്രൊട്ടക്ഷൻ ആൻഡ് PVC ആൻഡ് നാച്ചുറൽ റബ്ബർ ആർ ഓൾസോ അവൈലബിൾ. അതുപോലെ നമ്മൾ ഗ്ലൗ ഉണ്ടാക്കിയ മെറ്റീരിയലൊക്കെ തന്നെ വെച്ചിട്ടാണ് നമ്മുടെ ആപ്രോൺ ഉണ്ടാക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ബൂട്ടാണ്. ബൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ബൂട്ട് നമുക്കറിയാം. അപ്പോൾ എന്താ, വെയർ അൺലൈൻഡ് കെമിക്കൽ റെസിസ്റ്റൻറ്റ് ബൂട്ട് വിച്ച് കവർ യുവർ ആങ്കിൾസ് വെൻ ഹാൻഡ്ലിംഗ് ഓർ അപ്ലൈയിങ് മോഡറേറ്റ്ലി ഓർ ഹൈലി ടോക്സിക് പെസ്റ്റിസൈഡ്സ്. ദെൻ പർച്ചേസ് ബൂട്ട്സ് വിത്ത് തിക്ക് സോൾസ് ആൻഡ് നൈട്രിൽസ് and butyl boots appear to give best protection. Then do not use leather boots. നമ്മൾ ലെതർ ഗ്ലൗ യൂസ് ചെയ്യാത്ത പോലെ ലെതർ ബൂട്ട്സും യൂസ് ചെയ്യരുത്. ദെൻ നമുക്ക് ഗോഗിൾസ് ഓർ ഫേസ് ഷീൽഡ് ഉണ്ട്. ഫേസ് ഷീൽഡ് എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ, നമ്മൾ ഫിഗറിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ ഫ്രണ്ടിൽ. ദെൻ വെയർ ഷീൽഡഡ് സേഫ്റ്റി ഗ്ലാസ്സസ്. നമ്മൾ എന്താണ് സേഫ്റ്റി ഗ്ലാസ്സസ് വെച്ചിട്ടുള്ള ഷീൽഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെൻ എ ഫുൾ ഫേസ് റെസ്പിറേറ്റർ ആൻഡ് സ്നഗ് ഫിറ്റിംഗ്. നമുക്ക് എന്താണ് നല്ല ഫിറ്റിംഗ് വേണം. ദെൻ നോൺ ഫോഗിങ് ഗോഗിൾസ് ആവണം. നോൺ ഫോഗിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫോഗിങ് ഉണ്ടാകാത്ത ടൈപ്പിൽ. Then or full face shield whenever the chemical could possibly contact your eyes. Full face shield available ആണ്. Then safety glasses with brow and inside shields are acceptable for low exposure situations. Then always wear goggles or full face respirator when you are pouring or mixing concentrators or working with highly toxic spray or dust. അപ്പോൾ എന്താണ് ഹൈലി ടോക്സിക് സ്പ്രേയും ഡസ്റ്റും ഒക്കെ നമ്മൾ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഓൾവേസ് വെയർ ഗോഗിൾസ്. നമ്മളെപ്പോഴും നമ്മുടെ ഫേസ് ഷീൽഡ് വെയർ ചെയ്യണം. ഇൻ ഹൈ എക്സ്പോഷർ സിറ്റുവേഷൻസ് വെൻ ബോത്ത് ഫേസ് ആൻഡ് ഐ പ്രൊട്ടക്ഷൻ ആർ നീഡഡ്, എ ഫേസ് ഷീൽഡ് ക്യാൻ ബി വോൺ ഓവർ ഗോഗിൾസ് ഇല്ലേ. ദെൻ ക്ലീൻ ദെം ആഫ്റ്റർ ഈച്ച് യൂസ്. എപ്പോഴും നമ്മൾ എന്താണ് ക്ലീൻ ചെയ്യണം. ബി കെയർഫുൾ ഓഫ് ദ ഹെഡ് ബാൻഡ്. ഇറ്റ് ഈസ് ഓഫൺ മെയ്ഡ് ഓഫ് material which readily absorb and hold chemicals. Then have several spares and change them often or use a chemical resistant strapper. Chemical resistant ആയിരിക്കണം, കാരണം എന്താ, പെസ്റ്റിസൈഡ് എന്ന് പറയുന്നത് കെമിക്കലാണ്. Then if possible wear the strap under your head covering. സ്ട്രാപ്പ് വെയർ ചെയ്യണം. ദെൻ ഇനി നമ്മൾ എന്താണ്, ഹെഡ് ആൻഡ് നെക്ക് കവറിങ്സ് വേണം. ഹെഡ് ആൻഡ് നെക്ക് കവറിങ്സ് എന്ന് പറഞ്ഞാൽ ദി ഹെയർ ആൻഡ് സ്കിൻ ഓൺ യുവർ നെക്ക് ആൻഡ് ഹെഡ് മസ്റ്റ് ബി പ്രൊട്ടക്റ്റഡ് ടു. നമ്മൾ എന്ത് ചെയ്യണം, ഹെഡും ഹെയറും. ദെൻ and this is the most important in situation where exposure from overhead dust or sprays is possible. Then suggest hand spraying uphill or when flagging for aerial application. Then chemical resistant rain hats, wide brimmed hats and washable hard hats are good. നമ്മൾ ഹെഡ് കവറിങ്ങിന് വേണ്ടിയിട്ട് ഹാറ്റ്സ് യൂസ് ചെയ്യുന്നത്. ദെൻ റെസ്പിറേറ്റേഴ്സ് ഉണ്ട്. റെസ്പിറേറ്റേഴ്സ് നമ്മൾ പറഞ്ഞാൽ നമ്മൾ കോമൺലി യൂസ് ചെയ്യാറില്ല, എന്നാലും റെസ്പിറേറ്റർ പ്രൊട്ടക്റ്റ് യു ഫ്രം ഇൻഹെയിലിങ് ടോക്സിക് കെമിക്കൽസ്. നമ്മൾ ടോക്സിക് കെമിക്കൽസ് ശ്വസിക്കുന്നതിന് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്തിന് റെസ്പിറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ദ ലേബൽ വിൽ ടെൽ യു ഇഫ് റെസ്പിറേറ്റർ ഇസ് റിക്വയർഡ്. ഏത് റെസ്പിറേറ്ററാണ് വേണ്ടത് നമ്മൾ എങ്ങനെയാണ് പറയുന്നത്, നമ്മൾ ലേബലിൽ ചെക്ക് ചെയ്തിട്ട് അത് ഡേഞ്ചർ ആണോ അല്ലയോ നമുക്ക് നോക്കിയിട്ടാണ്, ടോക്സിസിറ്റീൻ്റെ ഇൻറ്റൻസിറ്റി നോക്കിയിട്ടാണ്. ദെൻ കൺസിഡർ വെയറിങ് വൺ ഡ്യൂറിങ് എനി ലെങ്തി എക്സ്പോഷർ വിത്ത് ഹൈ റിസ്ക് ഓഫ് പെസ്റ്റിസൈഡ് ഇൻഹലേഷൻ. നമ്മൾ ലെങ്തി ആയിട്ടുള്ള
എക്സ്പോഷർ വരികയാണെങ്കിൽ, അതും എന്തുമായിട്ട് ഹൈ റിസ്ക് പെസ്റ്റിസൈഡുമായിട്ട് വരികയാണെങ്കിൽ നമ്മൾ എന്തായാലും റെസ്പിറേറ്റേഴ്സ് വെയർ ചെയ്യണം. ദെൻ ഓൾവേസ് വെയർ റെസ്പിറേറ്റർ വൈൽ മിക്സിംഗ് ഓർ ഫില്ലിംഗ് highly toxic pesticide. Then applicators who will be constantly exposed to small amount of moderately toxic pesticide for a day or several days should also wear a respirator. അപ്പോൾ ആരൊക്കെയാണ് വെയർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ദെൻ നമുക്ക് റെസ്പിറേറ്റർ 2 ടൈപ്പ് ഉണ്ട്. എയർ പ്യൂരിഫയിങ് റെസ്പിറേറ്റേഴ്സ് ഉണ്ട്. എയർ പ്യൂരിഫയിങ് റെസ്പിറേറ്റേഴ്സ് എന്താണ്? റിമൂവ് കണ്ടാമിനൻസ് ഫ്രം എയർ ബൈ ഫിൽറ്ററിങ് ദ എയറിനെ ഫിൽറ്റർ ചെയ്തിട്ട് കണ്ടാമിനൻസിനെയൊക്കെ റിമൂവ് ചെയ്യും. ഇൻ majority of the situation where pesticide applicator will need a respirator, an air purifying respirator will provide adequate protection. ഇതെന്താണ്? നല്ല പ്രൊട്ടക്ഷൻ ആണ് കൊടുക്കുന്നത്. അപ്പം this respirator will not protect the applicator from all airborne pesticides such as fumigants and are not to be used when oxygen supply is low. ഓക്സിജൻ സപ്ലൈ ലോ ആവുന്ന കണ്ടീഷനിലും ദെൻ ഫ്യൂമിഗൻസ് യൂസ് ചെയ്യുന്ന സമയത്തും നമ്മൾ ആരെ യൂസ് ചെയ്യില്ല? എയർ പ്യൂരിഫയിങ് റെസ്പിറേറ്റേഴ്സിനെ യൂസ് ചെയ്യില്ല. ദ പെസ്റ്റിസൈഡ് ലേബൽ വിൽ ബി സ്പെസിഫൈ വിച്ച് ടൈപ്പ് ഓഫ് റെസ്പിറേറ്റർ മസ്റ്റ് ബി വോൺ. ദെൻ എയർ സപ്ലൈയിങ് റെസ്പിറേറ്റേഴ്സ് ഉണ്ട്. എയർ സപ്ലൈയിങ് റെസ്പിറേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസ്ഡ് ഇൻ സിറ്റുവേഷൻ വേർ ദ അതർ ടൈപ്പ് ഓഫ് റെസ്പിറേറ്റർ വിൽ നോട്ട് പ്രൊവൈഡ് ഇനഫ് പ്രൊട്ടക്ഷൻ. Then they are also used when the oxygen supply is low and when the pesticide label is requires one. Okay, low oxygen supply ഉള്ള സമയത്ത് നമ്മൾ എയർ സപ്ലൈയിങ് റെസ്പിറേറ്റർ ആണ് യൂസ് ചെയ്യുന്നത്. ദെൻ ഇത്രയാണ് നമുക്ക് എന്ത് പഠിക്കാനുള്ളത്? സേഫ്റ്റി എക്യുപ്മെൻറ്റ്സ് ആയിട്ട് നമ്മൾ പഠിക്കാനുള്ളത്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത് പറഞ്ഞാൽ ഒരു ഡീകണ്ടാമിനേഷൻ ഉണ്ട്. കണ്ടാമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ പെസ്റ്റിസൈഡ് കാരണം എന്താണ് മലിനമാകുന്നതിനെയാണ് നമ്മൾ കണ്ടാമിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡീകണ്ടാമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ന്യൂട്രലൈസേഷൻ ഓർ റിമൂവൽ ഓഫ് ഡേഞ്ചറസ് സബ്സ്റ്റൻസസ്, റേഡിയോ ആക്ടിവിറ്റി ഓർ ജേംസ് ഫ്രം ആൻ ഏരിയ, ഒബ്ജക്റ്റ് ഓർ പേഴ്സൺ. ഇതാണ് ഡീകണ്ടാമിനേഷൻ്റെ ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ഡീകണ്ടാമിനേഷൻ എന്തോ ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും? നമ്മൾ പെസ്റ്റിസൈഡിനെ റിമൂവ് ചെയ്യുന്നതിനെയാണ് നമ്മളിവിടെ ഡീകണ്ടാമിനേഷൻ എന്ന് പറയുന്നത്.